നമസ്കാരം. IPL കരുത്തരുടെ നിരയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ആദ്യ സീസൺ മുതൽ കളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കപ്പിലെത്താൻ അവർക്കായിട്ടില്ല. എന്നാൽ വലിയ ആരാധക പിന്തുണ RCBക്കുണ്ട്. വിരാട് കോഹ്ലി എന്ന സൂപ്പർ താരം കളിക്കുന്ന ടീമെന്ന നിലയിൽ ഏത് പ്രതിസന്ധിയിലും RCBയെ പിന്തുണയ്ക്കുന്ന വലിയൊരു ആരാധക കൂട്ടായ്മ അവർക്കുണ്ട്. ടീമിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ ഊർജവും ഇതാണ്. ഇത്തവണ രജത് പട്ടിദാറിനെ നായകനാക്കി ശക്തമായ താരനിരയോടെയാണ് RCB വരുന്നത്. ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും സന്തുലിതമാണെന്ന് പറയാം. ഇത്തവണ RCB കന്നിക്കിരീടം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ്. നായകൻ രജത് പട്ടിദാറിൽ ആരാധകർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇത്തവണ ഭേദപ്പെട്ട ബോളിംഗ് നിരയെ സൃഷ്ടിക്കാനും RCBക്കായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ RCB കപ്പ് നേടില്ലെന്നും അവസാന സ്ഥാനക്കാരാകുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് ആദം ഗിൽക്രിസ്റ്റ്. മുൻ ഓസീസ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഗിൽക്രിസ്റ്റ് IPL ഡെക്കാൻ ചാർജേഴ്സിനെ കിരീടത്തിലെത്തിച്ച നായകൻ കൂടിയാണ്. RCB ഇത്തവണ പിന്നോട്ട് പോകുമെന്നാണ് ഗിൽക്രിസ്റ്റിൻ്റെ വിലയിരുത്തൽ. RCBയെ പിന്നോട്ടടിക്കുന്ന ആ കാരണമൊന്ന് നോക്കാം. ഇത്തവണ RCBയുടെ താരനിരയെ മോശമെന്ന് പറയാനാവില്ല. ബാറ്റിങ്ങിലും ബോളിങ്ങിലും മോശമല്ലാത്ത നിരയെ RCBക്കൊപ്പം കാണാനാവും. എന്നാൽ ഇത്തവണയും അമിതമായി വിദേശ താരങ്ങളെ ആശ്രയിക്കുന്ന നിരയാണ് RCB. ഇന്ത്യയുടെ മാച്ച് വിന്നർമാരായ യുവതാരങ്ങളെ ഒപ്പം കൂട്ടുന്നതിൽ ടീം അല്പം പിന്നോട്ടാണ്. കൂടുതൽ വിദേശ താരങ്ങളെ ആശ്രയിക്കുന്ന ടീമായി RCB മാറുന്നത് തിരിച്ചടിയാകുമെന്നാണ് ഗിൽക്രിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത്. RCB ഇത്തവണ അവസാന സ്ഥാനക്കാരാവാനാണ് സാധ്യത കൂടുതൽ. നിരവധി ഇംഗ്ലീഷ് താരങ്ങളെ RCBക്കൊപ്പം കാണാനാവും. ഞാൻ വിരാട് കോഹ്ലിക്കെതിരല്ല, ആരാധകരും എന്നോട് ക്ഷമിക്കണം. എന്നാൽ ടീമിനെ തിരഞ്ഞെടുക്കുന്നവരോട് നിങ്ങളിത് ചോദിക്കേണ്ടതുണ്ട്, ഗിൽക്രിസ്റ്റ് പറഞ്ഞു. വിരാട് കോഹ്ലിയുടെ ടീം എന്ന നിലയിൽ RCBക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗില്ലിയുടെ പ്രവചനം ആരാധകരെ നിരാശരാക്കുന്നതാണെന്ന് ഉറപ്പ്. RCB ഇംഗ്ലീഷ് താരങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നു എന്ന ഗിൽക്രിസ്റ്റിന്റെ വിലയിരുത്തൽ ശരിയാണെന്ന് തന്നെ പറയാം. KKRൽ നിന്ന് ഫിൽ സാൾട്ടിനെ 11.5 കോടിക്കാണ് RCB കൊണ്ടുവന്നത്. അവസാന പരമ്പരയിൽ ഇന്ത്യക്കെതിരെ നിറം മങ്ങുന്ന പ്രകടനമാണ് സാൾട്ട് കാഴ്ചവെച്ചത്. ലിയാം ലിവിങ്സ്റ്റൺ 8.75 കോടിക്ക് RCBയിലെത്തിയപ്പോൾ 2.6 കോടിക്ക് ജേക്കബ് ബദലിനെയും ഒപ്പം കൂട്ടി. ഇവരെല്ലാം പ്ലേയിങ് 11 സ്ഥാനം ഉറപ്പുള്ള താരങ്ങളാണ്. വിദേശ താരങ്ങളെ അമിതമായി ആശ്രയിച്ചപ്പോഴെല്ലാം RCBക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഗ്ലെൻ മാക്സ്വെൽ പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നതാണ് ലിയാം ലിവിങ്സ്റ്റൺ. വിരാട് കോഹ്ലി, രജത് പട്ടിദാർ എന്നിവർ ഒഴികെ RCBയുടെ ബാറ്റിംഗ് നിരയിലെ പ്രമുഖരെല്ലാം വിദേശ താരങ്ങളാണ്. എന്തായാലും RCB ഇത്തവണ വലിയ പ്രതീക്ഷകളോടെയാണ് ഇറങ്ങുന്നത്. കപ്പിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ്. ഇത്തവണത്തെ RCBയുടെ ബൗളിംഗ് നിര ഭേദപ്പെട്ടത് തന്നെയാണ്. ടീമിന് അല്പം ആശ്വാസമാകുന്നത് ഭുവനേശ്വർ കുമാർ, ജോഷ് ഹെയ്സൽവുഡ്, യശ് ദയാൽ പേസ് കൂട്ടുകെട്ടാണ്. ലൂങ്കി എങ്കിഡിയും തരക്കേടില്ലാത്ത പേസറാണ്. സ്ലോ കട്ടറുകളിലൂടെ വിക്കറ്റ് നേടാൻ മിടുക്കുണ്ട്. നുവാൻ ത്രിഷാര, റാസിഖ് ഖാൻ എന്നിവരും പ്രതീക്ഷ നൽകുന്നു. കൃണാൽ പാണ്ഡ്യയും ടിം ഡേവിഡും റൊമാരിയോ ഷിഫേഡുമെല്ലാം ഉൾപ്പെടുന്ന ഓൾറൗണ്ടർമാരുടെ നിര RCBയുടെ കിരീടം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും.